ലിബറൽ സനാതനോ എന്തോന്നിടേ ഇതൊക്കെ കോമഡിയാണല്ലേ ഇത്. തമാശയാക്കണ്ട, കളിയാക്കണ്ട. ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഹൈന്ദവ വിശ്വാസ പ്രകാരം വളരെ മൂല്യമേറിയ ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ തുടക്കം ഒരു ഒരു അനുഭൂതിയാണത്. അതിൻ്റെ ആരംഭം എവിടെ നിന്ന്, പിന്നീട് അതിൻ്റെ അവസാനം എവിടം വരെ. ഇത് കല്ലും മറ്റ് ചെടികളും അങ്ങനെ പല പ്രോസസ്സുകളായി ഇങ്ങനെ പിന്നിട്ട് പുണ്യം ചെയ്യുന്നവർ മനുഷ്യരായി അവിടെയും നല്ല കാര്യങ്ങൾ ചെയ്യണം, പുണ്യം ചെയ്യണം. പിന്നെയാണ് അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മത്തിലേക്കൊക്കെ ലയിക്കുന്നത്. പക്ഷേ ഇവിടെ ചില തിരുത്തലുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സനാതന ധർമ്മത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്. അതിൽ പിന്നെ ആളുകളോ വ്യക്തികളോ അല്ലെങ്കിൽ ജാതികളോ അല്ല ദൈവങ്ങളോ ഒന്നും ഇല്ല. അതിങ്ങനെ അവിടുന്ന് കടന്നു വരികയാണ് ഓരോ ഘട്ടമായി. പിന്നെ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇവിടെ ജയ് ശ്രീരാമൊക്കെ വിളിച്ചുകൊണ്ട് സംഘപരിവാരം കൊണ്ടുവന്ന ഒരു സനാതനം ഉണ്ട്. ആ സനാതനത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. കാരണം അത് ഒരു അജണ്ടയാണ്, ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. മറ്റുള്ളവരെ അടിമകളാക്കി വെച്ചുകൊണ്ട് ഉടമസ്ഥന്മാരായി ചമയുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു ഏതാനും ചില ആളുകളുടെ ബ്രാഹ്മണ വിഭാഗത്തിൻ്റെയൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ സനാതനം എന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ ലിബറലുകളൊക്കെ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ലിബറലുകൾ ഏറ്റെടുത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ അടുത്തിടെ വന്നതാണ്. മേൽ പറഞ്ഞത് ഒന്ന് നിലമ്പൂർ ഇലക്ഷൻ, അവിടെ കൃത്യമായി ശക്തമായ ഒരു ത്രികോണ മത്സരം നടന്നു. വൻ പ്രചരണമാണ് അവിടെ അയച്ചുവിട്ടത്. പക്ഷെ പല പ്രചരണങ്ങളിലൂടെയും പല രീതിയിലുള്ള രാഷ്ട്രീയ കളികളിലൂടെയും ഒക്കെ കടന്നുപോയി. പിന്നീട് അവിടെ UDF ജയിച്ചപ്പോൾ അവിടെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടി UDF ജയിച്ചു. അപ്പോൾ എന്തായി? അവിടെ നേരെ അത് ജയിച്ചത് തീവ്രവാദികളായി, ഭീകരവാദികളായി. നമുക്കറിയാം ഇതിൻ്റെയൊക്കെ UDFൻ്റെയൊക്കെ ഇനി മുസ്ലിം കാൻഡിഡേറ്റ് ആയിക്കോട്ടെ, മതേതരവാദികളാവാൻ വേണ്ടി രാവിലെ തന്നെ തേച്ച് ഊണിലും ഉറക്കിലും ഒക്കെ മതേതരന്മാരായി തേച്ച് വെളുപ്പിച്ച് മിനുക്കി മതേതരന്മാരായി പുറത്തു വരുന്ന, അതിനുവേണ്ടി മാത്രം നിലകൊള്ളുന്ന പിന്നെ കുറേ നേതാക്കന്മാർ. പക്ഷേ മുസ്ലിം ആയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയതിൻ്റെ പേരിൽ എന്തായി? അവർ ഈ ഭീകരവാദികളും തീവ്രവാദം എന്നൊക്കെ പറഞ്ഞാൽ കിലോമീറ്റർ അകലെ മാറി നിൽക്കുന്ന വിഭാഗമാണ് എന്ന് ഓർക്കണം. പക്ഷെ അവർക്കും കിട്ടി പേറ്റന്റ്, ഒരു പേര് കിട്ടി, തീവ്രവാദികൾ. കാരണം ഒന്നുമല്ല, ഈ ഇടത് ചിന്തകരും അതുപോലെ ഇടത് വിഭാഗങ്ങളൊക്കെ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പിന്നെ ഏറ്റെടുത്ത കാര്യം അവർ പറയുകയാണ് ഇത് ജയിച്ചത്. പക്ഷെ എവിടുന്നാണ് ഇങ്ങനെ ഒരു പിന്നെ വാക്ക് ഇവർക്ക് കിട്ടുന്നത്? ഇങ്ങനെയുള്ള സംസാരങ്ങൾ, ഇങ്ങനെയുള്ള രീതികളൊക്കെ ഇവർ കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? അത് നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാരം ചുട്ടെടുത്ത കാര്യങ്ങളാണ് ഇന്ന് ഈ ലിബറൽ വിഭാഗത്തിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ നിരീശ്വരവാദികൾ, മതമില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ലിബറലുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവരുടെയും ഒന്ന് പിന്നാമ്പുറം ഒന്ന് തപ്പി നോക്കുമ്പോൾ കാണാം അവിടെ നമ്മൾക്ക് ആരിഫ് ഹുസൈനൊക്കെ ഉണ്ട്. ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിമാണ്. തക്കം കിട്ടുമ്പോഴൊക്കെ മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ കളിയാക്കാൻ പറ്റുമോ ആരിഫ് ഹുസൈൻ എന്നാണ് പറയേണ്ടത്. കാരണം മുസ്ലിങ്ങൾക്കെതിരെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അരിച്ചെടുത്ത് അവിടെ എല്ലാ മൈനസുകളെയും നെഗറ്റീവുകളൊക്കെ വൻ പ്രചരണം നടത്തി വൻ വാർത്തകളാക്കി അതങ്ങ് എക്സ്പോസ് ചെയ്യുക, അങ്ങനെ ഒന്ന് അർമാദിക്കുകയാണ് ആരിഫ് ഹുസൈനൊക്കെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ മറ്റു മതങ്ങളിലൊന്നും എന്തെങ്കിലും ഇപ്പോൾ മുസ്ലിം മതത്തിൽപ്പെട്ട നേരത്തെ കണ്ണൂരിൽ നടന്ന ഒരു സംഭവമായിക്കോട്ടെ, അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഈ പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ നമുക്ക് TK അഷ്റഫിൻ്റെ കാര്യം തന്നെ എടുക്കാം. അഷ്റഫ് ഈ സൂംബ നൃത്തത്തിനെതിരെ ഒരു ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെതായ മതത്തിന് അനുസരിച്ചുള്ള, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള ഒരു കമൻ്റ് ഇട്ടു. പക്ഷേ ആ കമൻ്റ് കേട്ടതും ഉടനടി ചാടി വീണില്ലേ?
പല ഇങ്ങനെയുള്ള അധ്യാപകരൊക്കെ പലതരം കമൻറ്റുകൾ പുറത്തുവിടും. അതൊന്നും വലിയ വാർത്തയാവാറില്ല, ചർച്ച ചെയ്യാറില്ല. കാരണം അത് ആരാണ് പറയുന്നത് എന്നതിനാണ് പോയിന്റ് അവിടെ. അങ്ങനെ പറഞ്ഞപ്പോൾ ചാടി വീണു പലരും. എന്നിട്ട് പിന്നെ മെമോ കൊടുത്തു, ഇത് നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തു. പക്ഷേ മെമോ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഹൈക്കോടതി പറഞ്ഞതാണ് സ്റ്റേ ചെയ്തപ്പോൾ. ഇത് മെമോ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം വരെ ചോദിക്കാനുള്ള സമയമില്ല, ഗഡിപ്പിടിയിൽ നിന്ന് ഉടനെ തന്നെ നടപടിയിലേക്ക് പോയി. അപ്പോൾ എന്താണ് ഇത്രയും ഒരു ഉത്തേജനം ലഭിക്കുന്നത്? ഈ ഉത്തേജനത്തിൻ്റെയൊക്കെ പിന്നിൽ ഈ സംഘപരിവാരത്തിൻ്റെ ഒരു അജണ്ടയാണ്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ലിബറലുകൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇത് ചുട്ടെടുത്തത്, ഇത് ഈ ഏത് ചട്ടിയിൽ നിന്നാണോ വേവിച്ചെടുത്തത്, അത് വേവിച്ചെടുത്ത് സമൂഹത്തിലേക്ക് ഇങ്ങനെ പടർത്തി വിടുകയാണ്. നമുക്കറിയാം, ഈ ഇസ്രായേൽ ഫലസ്തീൻ അല്ലെങ്കിൽ ഇറാൻ ഇത് നടക്കുമ്പോൾ, പോരാട്ടം നടക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഒരു കണക്കിന് ഫലസ്തീനിന് ഗസക്ക് നേരെയൊക്കെ അതിരൂക്ഷമായി എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു വീഴുന്നു. പക്ഷേ ഇവർ ഉണ്ടാക്കിയെടുത്ത ഇസ്ലാമിക മുസ്ലിം വെറുപ്പ്, അത് കാരണം ഇസ്രായേലിന് അനുകൂലമായാണ് ഈ സംഘപരിവാരവും അല്ലെങ്കിൽ ഈ എക്സ് മുസ്ലിംസ് അടക്കമുള്ള ഈ പിന്നെ നിരീശ്വരവാദികളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ അത് ഏറ്റെടുത്ത് അവരെ കൊണ്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ധാരയിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാണത്. ആ ചിന്ത, അതിൻ്റെ തുടക്കം കേരളത്തിൽ ഈ നിലവിലുള്ള പുതിയ ജയ് ശ്രീരാമൊക്കെ വിളിച്ചുകൊണ്ട് ആളുകളെ കൊല്ലാൻ വേണ്ടി. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. സനാതനധർമ്മം എന്ന് പറയുന്ന ആ മൂല്യം, ആ ഒരു ചിന്ത തന്നെ, അത് മനുഷ്യനും അപ്പുറത്ത് ഉള്ള അതിൻ്റെ തുടക്കവും അവസാനവും ഒക്കെ ഒരു ആത്മീയമായ ഒരു പ്രോസസ്സാണത്. പക്ഷേ ഇന്ന് പിന്നെ സനാതനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സംഘപരിവാരം മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ദളിതുകളൊക്കെ നശിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കായി മാറിയിരിക്കുകയാണ്. അത് നിലവിലുള്ള ലിബറലുകൾ ആരൊക്കെയാണോ ഈ സംഘപരിവാരം ടാർഗറ്റ് ചെയ്യുന്നത്, അവരൊക്കെയും ആരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെ പിന്തുടർന്ന് വരുന്ന ഈ പറയുന്ന പിന്നെ ആളുകളൊക്കെ, അതായത് ലിബറലുകളായ പിന്നെ ഇടത് കക്ഷികളായാലും അല്ലെങ്കിൽ മറ്റ് എക്സ് മുസ്ലിംസ് ആയാലും നിരീശ്വരവാദികളായ ആളുകളായാലും ഒക്കെ അത് ഏറ്റെടുത്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ നിങ്ങളൊന്ന് സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ച് നോക്ക്. ഈ മറ്റ് ഉള്ള വിഭാഗത്തിനെതിരെ ഇപ്പോൾ ആരാണോ ടാർഗറ്റ് അവരുടെ ലക്ഷ്യത്തിലുള്ളത്, ആ ലക്ഷ്യം വെക്കുന്ന ആൾക്കെതിരെയാണ് ഒരു സംഭവം നടന്നതെങ്കിൽ ഉടനടി പിന്നെ പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിബറലുകൾ അല്ലെങ്കിൽ മറ്റ് ഓരോ വിഭാഗത്തു നിന്നും ആളുകൾ ചാടി വീഴും, എന്നിട്ട് ഇവർക്കെതിരെ തിരിയും. അപ്പോൾ കാര്യങ്ങൾ കൃത്യമാണ്. ഇത് എവിടുന്നാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിൻ്റെ അനുസരിച്ച് ആ താളത്തിനനുസരിച്ച് തുള്ളുക മാത്രമാണ് ഇവരൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.